നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയിൽ ചൂടുപിടിച്ച ചർച്ചയായ മറ്റൊരു വിഷയമാണ് ഡൊണാൾഡ് ട്രംപ് നമുക്കെതിരെ ചുമത്തിയ അധിക തീരുവ. ഇവിടെ ചിലർക്ക് മൈ ഫ്രണ്ട് പെട്ടെന്ന് പിന്നിൽ നിന്ന് കുത്തിയതാണ് എന്ന് തോന്നുമെങ്കിലും അല്പം അന്താരാഷ്ട്ര വാർത്തകളെക്കുറിച്ചും അമേരിക്കയുടെ പാശ്ചാത്യ ശക്തികളുടെയും മുൻകാല ചെയ്തികളെക്കുറിച്ചും നിലപാടുകളെക്കുറിച്ചും അല്പം ബോധ്യമുള്ള ആളുകൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു പ്രഹരം ഏത് നിമിഷവും പ്രതീക്ഷിച്ചിരുന്നതാണ്. നമുക്കറിയാം, പരമ്പരാഗതമായി നമ്മുടെ വിദേശ നയം എന്ന് പറഞ്ഞു പോന്നിരുന്നത് ചേരിചേരാ നയമാണ്. പക്ഷേ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം വെസ്റ്റേൺ ബ്ലോക്ക് ലോകത്തെ നിയന്ത്രിക്കുന്ന അവസ്ഥയിലെത്തി. തൽഫലമായി ഇന്ത്യയുടെ ഫോറിൻ പോളിസിയിലും ആനുപാതികമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യ ആഗോള വ്യാപാര കരാറുകളിൽ ഒപ്പുവെക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോഴും ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യാതിരിക്കാനും നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് മുതൽ ഇവരുടെ ആഭ്യന്തര രാഷ്ട്രീയ നയങ്ങൾ വിദേശ നയങ്ങളെയും ഗണ്യമായ രീതിയിൽ സ്വാധീനിക്കാൻ തുടങ്ങിയത് നമുക്ക് കാണാൻ കഴിയും. ഒരു 20 കൊല്ലം മുമ്പുള്ളതുപോലെയല്ല ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥ. സോഷ്യൽ മീഡിയ വഴി പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ട ഒരു ലോകമാണ് ഇന്നുള്ളത്. ഇന്ന് ഇവിടെ ഇരുന്ന് ചെയ്യുന്ന ഏത് കാര്യങ്ങളും കിലോമീറ്ററുകൾക്കപ്പുറം ഇരുന്ന് ആളുകൾ കാണുകയും അഭിപ്രായപ്പെടുകയും ചെയ്യുകയാണ്. ഈ അഭിപ്രായങ്ങളെല്ലാം അവിടുത്തെ രാജ്യത്തെ ജനങ്ങളെയും പൊളിറ്റിക്സിനെയും സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പല രാജ്യങ്ങളിലും ഒരു ഇന്ത്യാവിരുദ്ധ വികാരം നിലനിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും. അയർലൻഡിൽ അകാരണമായി ഇന്ത്യക്കാർ ആക്രമിക്കപ്പെടുകയും മറ്റും ചെയ്യുന്നുണ്ട്. പല ആളുകളും ഈ അവസരം സ്വയം ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇന്ത്യക്കാരുടെ സിവിക് സെൻസിന്റെ കുറവാണ് ഈ ആക്രമണങ്ങൾക്കെല്ലാം കാരണമെന്ന് വീഡിയോകൾ ചെയ്യുന്നുണ്ട്. അതിൽ ഏറെക്കുറെ സത്യമുണ്ട് താനും. ഇവിടുന്ന് പഠിക്കുവാനും ജോലിക്കുമായെല്ലാം പോകുന്ന ആളുകൾ കാണിച്ചു കൂട്ടുന്ന ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുമ്പോൾ നമുക്ക് തന്നെ അമർഷമുണ്ടാകുന്നുണ്ട്. ഇതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് പോകുന്ന മറ്റു ചില ആളുകൾ ഇവിടുത്തെ റൈറ്റ് വിങ് എക്കോസിസ്റ്റവും അതുപോലെ പറിച്ചെടുത്തുകൊണ്ടാണ് പോകുന്നത്. ഇവിടെ കാണിക്കുന്നത് പോലെ എന്ത് കാണിച്ചാലും അവിടുത്തെ നിയമവും ആളുകളും അത് ടോളറേറ്റ് ചെയ്തുകൊള്ളും എന്നാണ് ഇവർ കരുതിയിരിക്കുന്നത്. നോക്കൂ, ഇന്ത്യയിൽ കർഷക സമരങ്ങൾ ഉണ്ടായ കാലം അതിൻ്റെ മുഖമായി നിന്നിരുന്നത് സിഖുകാരാണ്. ആ സമയത്ത് ചില ആളുകൾ സിഖുകാർക്കെതിരെ വ്യാപകമായ പ്രചാരണങ്ങൾ നടത്തിയിരുന്നു. മാത്രവുമല്ല, ഇവിടുത്തെ സർക്കാർ ആ സമരത്തെ അടിച്ചമർത്താൻ ഉപയോഗിച്ച രീതിയും ലോകവ്യാപകമായി സിഖുകാർക്കിടയിൽ വലിയ എതിർപ്പുണ്ടാക്കി. ഈ എതിർപ്പിന്റെ പ്രതിഫലനങ്ങൾ നമ്മൾ കണ്ടത് കാനഡയിലാണ്. അവിടെ വലിയൊരു വിഭാഗം സിഖുകാരുണ്ട്. അവിടുത്തെ ഇലക്ഷനെയും പൊളിറ്റിക്സിനെയും സ്വാധീനിക്കാൻ അത്ര കഴിയുന്ന വലിയ ജനസംഖ്യയാണ് അവരവിടെ. കനേഡിയൻ പാർലമെന്റിൽ സിഖുകാരായിട്ടുള്ള MP-മാർ വരെയുണ്ട്. ഈ കാനഡയുമായിട്ടുണ്ടായ പ്രശ്നങ്ങളെല്ലാം എത്രത്തോളം വഷളായി എന്നുള്ളത് നിങ്ങൾ വാർത്തകളിലൂടെയും മറ്റും അറിഞ്ഞതാണ്. മറ്റൊന്ന്, ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളാണ്. ഇത് നടത്തുക മാത്രമല്ല, വലിയ അഭിമാനമായി കണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ഏതെങ്കിലും ഒരു ന്യൂനപക്ഷത്തിന് മാത്രം സ്പെസിഫിക്കായി എടുത്തു പറയുന്നതല്ല. എല്ലാ ന്യൂനപക്ഷങ്ങൾക്കു നേരെയും ഈ അതിക്രമങ്ങൾ നടക്കുകയും ഇവയെല്ലാം സോഷ്യൽ മീഡിയയിലിട്ട് ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ ചില നേതാക്കൾ നടത്തുന്ന വർഗീയപരമായ അധിക്ഷേപ പരാമർശങ്ങൾ, ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് വരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ചെയ്യുന്നവർ അറിയേണ്ട കാര്യം, ഈ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ജനവിഭാഗങ്ങളെല്ലാം ഇന്ത്യയിൽ വലിയ പോപ്പുലേഷനാണ്. ഇവിടെ മാത്രമാണ് അവർ ന്യൂനപക്ഷങ്ങളായിട്ടുള്ളത്. നിങ്ങൾ ആരെ മുറിവേൽപ്പിക്കാൻ വേണ്ടിയാണോ ഈ ചെയ്യുന്നത്, അതിൻ്റെ മുറിവ് ലോകത്ത് പല ഭാഗത്തും ഏൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ചിലർ ഗൾഫിലിരുന്നു കൊണ്ട് മുസ്ലിങ്ങളെയും പ്രവാചകനെയും അപമാനിക്കുന്നത് മുമ്പ് ഒരു നിത്യസംഭവമായിരുന്നു. അവിടുത്തെ സർക്കാരുകൾ കർശന നടപടി സ്വീകരിച്ചു കഴിഞ്ഞതോടുകൂടി ഇപ്പോൾ ആ പ്രവണതയ്ക്ക് അല്പം ആശ്വാസമായിട്ടുണ്ട്. ഗൾഫ് നാടുകളുമായി നൂറ്റാണ്ടുകളുടെ ബന്ധമാണ് നമുക്കുള്ളത്. ആ ബന്ധത്തിൽ ഒരു കരുതിനൽ വീഴ്ത്താൻ ഇത്തരക്കാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അന്നാടുകളിലെ പ്രമുഖ വ്യക്തികളും മറ്റും ഇവർക്കെതിരെ സംസാരിക്കുന്ന സ്ഥിതിയിൽ വരെയായിരുന്നു കാരണങ്ങൾ. ബംഗ്ലാദേശുമായും നമുക്ക് ബന്ധത്തിൽ ഉലച്ചിൽ പറ്റിയിട്ടുണ്ട്. മാത്രവുമല്ല, ഇന്ത്യക്ക് താഴെ പൊടി വിതറിയ പോലെ കിടക്കുന്ന ചെറിയ ദ്വീപ് രാഷ്ട്രമായ മാലദ്വീപ് വരെ ഇന്ത്യക്കെതിരെ സംസാരിക്കുന്ന അവസ്ഥയെത്തി. ഇത് ഇവരുടെ അണികളാൽ ചെയ്യപ്പെടുന്നത്. അപ്പുറത്ത് സർക്കാർ ഇതിനെ ബാലൻസ് ചെയ്യാനായി ചെയ്യുന്നത് റൈറ്റ് വിങ് ആയിട്ടുള്ള മറ്റു നേതാക്കളുമായി അമിതമായ അടുപ്പം സൃഷ്ടിക്കുകയായിരുന്നു. നോക്കൂ, ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ വന്നിട്ട് ഞാനൊരു ഫാസിസ്റ്റാണെന്ന് സ്വയം പ്രഖ്യാപിച്ച ആളാണ് മുൻ ബ്രസീലിയൻ പ്രസിഡന്റ് ബോൾസനാരോ. ഇദ്ദേഹത്തെയെല്ലാമാണ് ഇവിടെ റിപ്പബ്ലിക് ഡേക്ക്
പ്രത്യേക ക്ഷണിതാവായി കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. ബ്രസീൽ ഒരു ബ്രിക്സ് രാജ്യമായിരിക്കെ തന്നെ ഇദ്ദേഹവും അമേരിക്കയുമായി വല്ലാതെ അടുപ്പം കാണിച്ചിരുന്ന ആളായിരുന്നു. ബ്രിക്സിന്റെ നടപടികളെല്ലാം ഒരു ഒഴുക്കിൽ അങ്ങനെ നടന്നുപോയിരുന്നു എന്നതൊഴിച്ചാൽ ഇദ്ദേഹം ബ്രിക്സിനായി പ്രത്യേക ആത്മാർത്ഥമായിട്ടുള്ള എഫോർട്ടൊന്നും എടുത്തതായി കാണാൻ കഴിയില്ല. അതുപോലെ തന്നെ നമുക്കുണ്ടായ വല്ലാത്ത അമേരിക്കൻ പ്രേമം. ഒരു വേള മോദി അമേരിക്കയിൽ പോയി ആപ്കി ബാർ ട്രംപ് സർക്കാർ എന്ന് അവിടുത്തെ ജനങ്ങളോട് പറയുക കൂടെയുണ്ടായി. ട്രംപിനെ ജയിപ്പിക്കാനായി ആത്മാർത്ഥമായി പണിയെടുത്തതിൽ ഇക്കൂട്ടരുടെയും പങ്ക് ചെറുതല്ല. കുടിയേറ്റക്കാർക്കെതിരെ ഓരോ തവണ ട്രംപ് പ്രസംഗിക്കുമ്പോഴും കൈയടിച്ച ഇവർ ഒരിക്കലും ഓർത്തിരുന്നില്ല വെള്ളക്കാരന്റെ കണ്ണിൽ ഇവരും കുടിയേറ്റക്കാരാണെന്ന്. ഇവർ ഓരോ തവണ കുടിയേറ്റക്കാർ, ഇല്ലീഗൽ ഇമിഗ്രൻസ് എന്നൊക്കെ പറയുമ്പോൾ വിചാരിച്ചിരുന്നത് സിറിയയിൽ നിന്നും, ലെബനോനിൽ നിന്നും, മെക്സിക്കോയിൽ നിന്നും മറ്റു ചില ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും വരുന്ന മനുഷ്യരെക്കുറിച്ച് പറയുന്നു എന്നാണ്. പക്ഷേ ഇവർക്ക് കാര്യങ്ങൾ വ്യക്തമായി തുടങ്ങിയത് പിന്നീടാണ്. എപ്പോഴെന്നല്ലേ, കയ്യിലും കാലിലും ചങ്ങലക്കിട്ട് സൈനിക വിമാനത്തിൽ ഇന്ത്യക്കാരെ ഇവിടെ കൊണ്ടുവന്ന് തള്ളിയപ്പോൾ. ആ സമയത്ത് പോലും ചിലർ അമേരിക്കയെ നോവിക്കാതിരിക്കാൻ വല്ലാതെ ശ്രമിച്ചിരുന്നു. ഇല്ലീഗൽ എമിഗ്രൻ്റായി പോയതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാമെന്നും അവരതനുഭവിക്കട്ടെ എന്നും അവർ പറഞ്ഞു. അമേരിക്കയുടെ നടപടികളെ ഒരിക്കൽ പോലും തള്ളിപ്പറയാൻ ഇവിടെ ആരും തയ്യാറായില്ല. പക്ഷേ കാര്യങ്ങളെല്ലാം കൃത്യമായി നിരീക്ഷിക്കുന്നവർക്ക് ഒരു കാര്യം മനസ്സിലായിരുന്നു. ഇത് ഇവിടം കൊണ്ട് അവസാനിക്കാൻ പോകുന്നില്ല. ഇതൊരു സൂചന മാത്രമാണ്. യഥാർത്ഥത്തിൽ അതൊരു അളവെടുക്കലായിരുന്നു. അമേരിക്ക മോദിയുടെ പ്രതികരണം അളന്നു നോക്കിയതാണ്. ഈ അവസരത്തിൽ മൗനമായി പോയ നമ്മുടെ സർക്കാരുകൾ. ഇതിനുശേഷം ഇന്ത്യക്കെതിരെ പറയുമ്പോൾ ട്രംപിന്റെ നാവിന് അല്പം മൂർച്ച കൂടിയത് കാണാൻ കഴിഞ്ഞു. ഇന്ത്യയുമായുള്ള വ്യാപാരത്തെക്കുറിച്ചും താരിഫിനെ കുറിച്ചും ട്രംപ് പലപ്പോഴും സംസാരിച്ചെങ്കിലും നമ്മുടെ സർക്കാർ അതിനെ അത്ര കാര്യമായി എടുത്തില്ല എന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണ് 11 വർഷമായി അധികാരത്തിലിരുന്നിട്ടും ഇന്ത്യയുടെ കയറ്റുമതിയുടെ ഭൂരിപക്ഷവും അമേരിക്കയിലേക്ക് മാത്രമായി പോയത്. ഇതിനൊപ്പം തന്നെ ഈ അടുത്ത കാലത്തായി UK-യുമായും മറ്റു ചില പാശ്ചാത്യ രാജ്യങ്ങളുമായും ചില കരാറുകളിലും ഏർപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ വെസ്റ്റേൺ ബ്ലോക്കിൽ ചില കാര്യങ്ങളിൽ അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഒരാൾ എതിർത്താലും മറ്റൊരാൾ നമ്മളെ പിന്തുണക്കും എന്ന് നമ്മൾ കരുതിയാൽ അത് മണ്ടത്തരമായിരിക്കും. പ്രഥമ ദൃഷ്ട്യാ ഇവർ അകൽച്ചയിലാണെങ്കിലും ഇവർ തമ്മിൽ ഒരു അന്തർധാര എപ്പോഴും സജീവമായിരിക്കും. ഒരു രാജ്യത്തെ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തെ ഉപയോഗിച്ച് ഇവരുടെ അജണ്ടകൾ മറ്റു രാജ്യങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ ഇവർ എന്നും വിദഗ്ധരാണ്. ഇവർക്ക് എല്ലായ്പ്പോഴും കൃത്യമായ ലോകവീക്ഷണവും പദ്ധതികളുമുണ്ട്. ഇനി ഇവരുടെ പോളിസിയെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് സ്വാധീനിക്കണമെങ്കിൽ അവിടുത്തെ ജനങ്ങളെ കയ്യിലെടുക്കണം. അവർക്കിടയിൽ ഉണ്ടാക്കുന്ന ശക്തമായ വികാരത്തിന് മാത്രമേ അവരുടെ പോളിസികളെ സ്വാധീനിക്കാൻ കഴിയൂ. പല വാർലോഡ്സ് ആയിട്ടുള്ള കമ്പനികളും കോർപ്പറേറ്റ് ഭീമന്മാരും ഡീപ് സ്റ്റേറ്റുകളും ലോബി ചെയ്യുന്ന വെസ്റ്റേൺ ബ്ലോക്സിനെ സ്വാധീനിക്കാൻ അങ്ങനെ മാത്രമേ കഴിയൂ. അങ്ങനെ ഒരു സാഹചര്യം ഇന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അവർ ഏറെക്കുറെ സെക്യുലർ ആയിട്ടുള്ള ആളുകളാണ്, മതരഹിതരാണ്. അവർ എല്ലാവരും അങ്ങനെയാണ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇന്ത്യയിലെ മറ്റൊരു ന്യൂനപക്ഷത്തിന് അവിടെ വ്യക്തമായ സ്വാധീനമുണ്ട്. അവിടുത്തുകാർ ഇവിടുത്തെ ന്യൂനപക്ഷത്തിന് കൊടുക്കുന്ന സഹായങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി അവരെ ഇവിടെ പീഡിപ്പിച്ച് വീഡിയോ ഉണ്ടാക്കി പ്രചരിപ്പിച്ചാൽ ലോകത്ത് പല ഭാഗത്ത് ജീവിക്കുന്നവർക്കും അത് സങ്കടവും വേദനയും ഉണ്ടാക്കും. അവരുടെ പ്രതികരണം പല രീതിയിൽ പുറത്തു വരും. അവർ കിട്ടാവുന്ന അവസരങ്ങളെല്ലാം ഇതിനായി ഉപയോഗിക്കും. അതിനിടയിൽ തീർത്തും വർണ്ണപ്രിയന്മാരായിട്ടുള്ള ആളുകളും ഉണ്ടാവും. അവർ ഈ അവസരങ്ങളെ പരമാവധി മുതലെടുക്കും. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മുടെ അന്താരാഷ്ട്ര ബന്ധങ്ങളെയും കാര്യമായ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഇത് തുറന്നു പറയുന്നവരെ ഇന്ത്യ വിരുദ്ധരാക്കിയിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ കാര്യമില്ല. യഥാർത്ഥത്തിൽ സർക്കാരിനെ വിമർശിച്ചാൽ രാജ്യവിരുദ്ധൻ എന്ന പേര് വിളി കേൾക്കേണ്ടി വരും എന്ന് പേടിച്ചിട്ടാണ് പലരും ഇതൊന്നും പറയാത്തത്. നേരത്തെ തന്നെ ജനങ്ങളെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരുന്നെങ്കിൽ ഇപ്പോഴുണ്ടായ ഈ ഒരു ക്രൈസിസിലേക്ക് നമ്മൾ എത്തില്ലായിരുന്നു. റഷ്യയിൽ നിന്ന് വില കുറഞ്ഞ എണ്ണ വാങ്ങുന്നതും വിറ്റ് പണമുണ്ടാക്കുന്നതും അംബാനിയും നരയും. പക്ഷേ തിക്തഫലങ്ങൾ അനുഭവിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ. റഷ്യൻ എണ്ണ വാങ്ങണ്ട എന്നല്ല പറയുന്നത്, പക്ഷേ അതിന്റെ ഉപകാരം ജനങ്ങൾക്ക് എല്ലാവർക്കും കിട്ടണമായിരുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ 120 കോടി ജനങ്ങളുള്ള ഇന്ത്യക്ക് ഒരു ഉൽപ്പന്നവും കയറിപ്പോയില്ലെങ്കിലും ഇവിടെ ഒരു വ്യവസായവും പൊട്ടാതെ പിടിച്ചു നിൽക്കാൻ കഴിയേണ്ടതാണ്. പക്ഷേ അതിന് ജനങ്ങളെ പർച്ചേസിംഗ് പവർ ഉള്ളവരാക്കി മാറ്റണം. ഇവിടുത്തെ ചെമ്മീനും കശുവണ്ടിയും ലെതറുമെല്ലാം കടല് കടന്ന് അമേരിക്കയിലെത്തുമ്പോഴും അവിടത്തുകാരന് വാങ്ങാൻ കഴിയുന്നത് അവന്റെ കയ്യിൽ പണമുള്ളത് കൊണ്ടാണ്. എന്നാൽ ആ ഉൽപ്പന്നങ്ങൾ അതിന്റെ പകുതി വിലയിപ്പോഴും വാങ്ങാൻ 30% വരുന്ന ഇന്ത്യക്കാരനും കഴിയില്ല എന്നതാണ് സത്യം.
അവിടെയാണ് ആദ്യം മാറ്റം വരുത്തേണ്ടത്. ജനങ്ങൾക്കിടയിൽ സ്വത്തും കച്ചവടവും സുഗമമായി നീങ്ങുന്ന അവസ്ഥയുണ്ടാക്കണം. അങ്ങനെ ഒരു സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കണം. സമ്പത്തിൻ്റെയും കേന്ദ്രീകരണം ഒഴിവാക്കണം. ലഭ്യമായ കണക്കുകൾ പ്രകാരം ഇന്ത്യൻ സമ്പത്തിന്റെ 40% കൈവശം വെച്ചിരിക്കുന്നത് കേവലം 5% താഴെ വരുന്ന ആളുകൾ മാത്രമാണ്. ഇന്ത്യയിലെ 50% പേർക്കും സമ്പത്തിന്റെ 3% പോലും കയ്യിലില്ല. അതാണ് നമ്മളെ ലോണുകളിലേക്കും ഇൻഷുറൻസുകളിലേക്കും തിരിയാനായി നിർബന്ധിക്കുന്നത്. നമ്മളിൽ പലരും ജീവിച്ചു പോകുന്നത് EMI-കളുടെയും ഹെൽത്ത് ഇൻഷുറൻസിന്റെയും എല്ലാം തരുന്ന ബലത്തിലാണ്. ഈ സ്ഥിതിയിൽ എല്ലാം മാറ്റം വരണം. ആഭ്യന്തര രാഷ്ട്രീയത്തിലും അന്താരാഷ്ട്ര ബന്ധങ്ങളിലും നമ്മുടെ സൗഹൃദങ്ങൾ ഊട്ടിയുറപ്പിക്കണം. ഇന്ത്യയുമായി ആത്മാർത്ഥ ബന്ധത്തിന് കുതിക്കുന്ന നിരവധി രാജ്യങ്ങൾ ലോകത്തുണ്ട്. നമ്മൾ വീണ്ടും അവരിലേക്കെത്തണം. ഈ അടുത്ത കാലത്തായി നടന്ന പല പ്രശ്നങ്ങളിലും ഇന്ത്യയുടെ മൗനവും അമേരിക്കൻ അനുകൂല നിലപാടുകളും ആ രാഷ്ട്രങ്ങളിൽ നമുക്കെതിരായ വികാരങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കാരണമായിട്ടുണ്ട്. കൃത്യമായ സൗഹൃദങ്ങളും നയതന്ത്ര ബന്ധങ്ങളും ദീർഘവീക്ഷണത്തോടെ രാജ്യത്തിന്റെ താൽപ്പര്യങ്ങൾ മാത്രം മുൻനിർത്തി തിരഞ്ഞെടുക്കാൻ നമ്മൾ തയ്യാറാകണം.